ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് EHR ഒക്കെ ഉപയോഗിക്കുമ്പോൾ AAC 9A പറയുന്ന ഈ ഒരു പ്രോഗ്രാംസ് പലപ്പോഴും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്ന വിധത്തിൽ അവൈലബിൾ ആയിരിക്കും. AAC 9A ഒരു കമ്മിറ്റ്മെൻറ്റ് കാറ്റഗറിയാണ്. ദ ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം ഫോർ ഇമേജിംഗ് സർവീസസ് ഈസ് ഇംപ്ലിമെൻറ്റഡ്. അവിടെ ഒരു സ്റ്റാറൊക്കെ ഉണ്ട്. അതൊരു ഡോക്യുമെൻറ്റഡ് കണ്ടൻറ്റിനെ കുറിച്ചാണ് പറയുന്നതെന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമുക്ക് ദ ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം ഫോർ ഇമേജിംഗ് സർവീസ് ഇംപ്ലിമെൻറ്റഡ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട 2-3 കൊച്ചു കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. നമ്മളുടെ ഹോസ്പിറ്റലിൽ കൃത്യമായി ക്വാളിറ്റി അഷുറൻസ് AERB റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്തിട്ടുണ്ടാവണം. എന്തൊക്കെയാണ്? കൃത്യമായും ഒരു റേഡിയേഷൻ പോസിബിലിറ്റി ഉള്ള സ്ഥലം ആണ് ഒരു റേഡിയോളജി ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നത്. അതിൻ്റെ ഭിത്തികൾ എങ്ങനെയായിരിക്കണം? ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്യേണ്ട സ്ഥലം എവിടെയാകണം? ഞാൻ ഒരു കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ ഒരു സോഫ്റ്റ്വെയറിന് വേണ്ടിയിട്ട് വിളിച്ചൊരു ഹോസ്പിറ്റലിൽ ചെന്ന് അവരുടെ പണി തീർന്നു വരികയായിരുന്നു. അപ്പോൾ എനിക്ക് അവരുടെ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് മാറ്റാൻ നിർദ്ദേശിക്കേണ്ടി വന്നു. പിന്നെ 10-25 കൊല്ലം ഹോസ്പിറ്റലിൽ നിൽക്കുന്നതുകൊണ്ട് അവരത് കേട്ടു. അവർ ആ നിന്നിരുന്ന മൊത്തം പൊസിഷൻ മാറ്റിയിട്ട് ഒരു -1 ഒരു ലൊക്കേഷനിലേക്ക് റേഡിയോളജി മാറ്റി. കാരണം ഹ്യൂജ് ആയിട്ടുള്ള പേഷ്യൻ്റ് ആൻഡ് ബൈസ്റ്റാൻഡർ ഫ്ലോ ഉള്ള ഒരു സ്ഥലത്താണ് അവർ ആ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥാപിച്ചിരുന്നത്. മീൻസ് ഇത് നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടി വരുന്ന പ്രൊട്ടക്ഷൻ മെക്കാനിസം എല്ലാം ഉപയോഗിച്ചാലും അല്പം ലീക്കേജ് ഓഫ് റേഡിയേഷൻ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അവിടെയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം എൻഷുർ ചെയ്യേണ്ടുന്നത്. റേഡിയോളജിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രോട്ടോക്കോൾസും സർവൈലൻസും സേഫ്റ്റിയും നമ്മൾ ഉറപ്പുവരുത്തുക എന്നത്, അത് കൃത്യമായി ഡോക്യുമെൻ്റ് ചെയ്യുന്നത്. ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം വേണം. നമ്മളെടുത്ത് നോക്കണം അങ്ങനെ ഡോക്യുമെൻ്റ് നമ്മുടെ ഹോസ്പിറ്റലിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടോ എന്ന്. അങ്ങനെ ഒരു ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം ഉണ്ടാകണം. ഫാൻഡം ടെസ്റ്റ് തുടങ്ങി നമുക്ക് ഓരോ മേഖലകളിലും ഉപയോഗിക്കേണ്ടി വരുന്ന ടെസ്റ്റുകളെക്കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണകൾ ഉണ്ടാവണം. അത് ഓരോ മൊഡാലിറ്റിക്കും ഡിഫറെൻ്റ് ആണ്, ഓരോ മൊഡാലിറ്റിയിലും. ഇപ്പം നമുക്ക് ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം ഫോർ ന്യൂക്ലിയർ മെഡിസിൻ PET പെറ്റ് സ്കാൻ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും. നമ്മളിപ്പം പലപ്പോഴും നമ്മുടെ ഹോസ്പിറ്റലുകൾ ഗ്രോ ചെയ്യുന്നതനുസരിച്ച് സ്വാഭാവികമായിട്ടും ഓങ്കോളജിയിൽ റേഡിയോ തെറാപ്പിയൊക്കെ വരുന്നുണ്ടാവും. ഇപ്പോൾ ക്യാമറയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ആ ഒരു പ്രിസൈസ് പൊസിഷൻ കീപ്പ് ചെയ്യുമ്പോൾ ഏകീകൃതമായ വികിരണങ്ങളാണ് പേഷ്യൻറ്റിന് കിട്ടുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള പ്രോഗ്രാമുകൾ നമ്മൾ അവിടെ നടപ്പിലാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ കണ്ട ഒരു ചെറിയ ക്വാളിറ്റി പ്രോബ്ലം നമ്മുടെ ഹോസ്പിറ്റൽ ഫേസ് ചെയ്യുന്നത്, വളരെ ബിസി ആയിട്ട് നമ്മുടെ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. ആക്യുറസി ഓഫ് റേഡിയേഷൻ ഫീൽഡ്, ഫോക്കൽ സ്പോട്ടിൻ്റെ സൈസ്, ഔട്ട്പുട്ടിൻ്റെ കൺസിസ്റ്റൻസി, ലീക്കേജ് റേറ്റ്, ഈ വക കാര്യങ്ങൾ ചെക്ക് ചെയ്യുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന പ്രോഗ്രാം പീരിയോഡിക്കലി നമ്മൾ പ്ലാൻഡ് ആയിരിക്കണം. അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ഒരേ ലെവലിലാണോ എല്ലാ സ്ഥലത്തും വരുന്നത്, സ്ലൈറ്റ് പൊസിഷൻ ആക്യുറസി ശരിയാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ഇതിന് പല ടെസ്റ്റിംഗ് മെക്കാനിസവും നമുക്ക് അവൈലബിൾ ആണ്. സോ ഇത്തരത്തിൽ നമുക്കൊരു ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം നമ്മുടെ ഇമേജിംഗ് സർവീസസിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കണം എന്നതാണ് AAC 9A കമ്മിറ്റ്മെൻറ്റ് കാറ്റഗറി.